കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ചെമ്പനീർപ്പൂവ് പരമ്പരയിൽ നിന്നും നായിക കഥാപാത്രമായ രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോമതി പ്രിയ പരമ്പരയിൽ നിന്നും പിന്മാറിയത്. പിന്നീട് പരമ്പരയിലേക്ക് രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മിനി സ്ക്രീൻ നടിയായ റെബേക്ക സന്തോഷ് എത്തുകയും ചെയ്തു. ഗോമതി പ്രിയയെ പരമ്പരയിൽ നിന്നും ഒഴിവാക്കിയതാണ് എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന വാർത്തകൾ. ഇതിന് പിന്നാലെ പരമ്പരയിലേക്ക് ഗോമതി പ്രിയയെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിനി പരമ്പര കാണില്ല എന്നായിരുന്നു ആരാധകരുടെ വാദം. ആരാധകർ പരമ്പര കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പരമ്പരയുടെ റേറ്റിംഗ് തന്നെ കുത്തനെ ഇടിയും. പരമ്പരയുടെ റേറ്റിംഗ് കുറഞ്ഞതുകൊണ്ട് തന്നെ തിരിച്ചു ഗോമതി പ്രിയയെ പരമ്പരയിലേക്ക് തന്നെ നായികയാക്കിക്കൊണ്ട് കൊണ്ടുവരുമെന്നും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയും പുറത്തു വന്നത്. റെബേക്ക സന്തോഷിനെ രേവതിയായിട്ട് ആരാധകർ അംഗീകരിക്കുകയായിരുന്നു. റേറ്റിംഗിലാകട്ടെ മുൻപന്തിയിൽ തന്നെ ചെമ്പനീർപ്പൂവ് എന്ന പരമ്പര മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളുടെ റേറ്റിംഗ് റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 140 ആണ് ചെമ്പനീർപ്പൂവിന്റെ റേറ്റിംഗ്. കഴിഞ്ഞ ആഴ്ച ഇത് 14 അതേസമയം കഴിഞ്ഞ ആഴ്ച 14 പോയിന്റിൽ നിന്ന് 10 മാറ്റാണ് ഈ ആഴ്ച 146 പോയിന്റ് നേടി റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം എത്തിയത്. തൊട്ടു പിന്നിൽ 131 നേടിക്കൊണ്ട് ഇഷ്ടം മാത്രം പരമ്പരയും മുന്നേറി. 112ാമത്തെ സ്ഥാനം നേടി പവിത്രം പരമ്പരയും മുന്നേറുകയാണ്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് പത്തരമാറ്റ് പരമ്പര ആദ്യത്തെ സ്ഥാനം നേടുന്നത്. രണ്ടാം സ്ഥാനമാകട്ടെ ചെമ്പനീർപ്പൂവ്. കഴിഞ്ഞ കുറച്ചു നാളായി ചെമ്പനീർപ്പൂവ് തന്നെയാണ് റേറ്റിംഗിൽ മുൻപന്തിയിൽ. സാധാരണ സീരിയലിന്റെ ഒന്നാം ഭാഗത്തിന് ശേഷം ആരാധകരെല്ലാവരും ഏറെ ഏറ്റെടുത്ത പരമ്പര ചെമ്പനീർപ്പൂവ് ആണ് എന്ന് വേണം പറയാൻ. അതേസമയം ആരാധകർക്കെല്ലാവർക്കും വലിയ ആകാംക്ഷയാണ്. ചെമ്പനീർപ്പൂവ് പരമ്പരയുടെ റേറ്റിംഗ് കുറച്ചെങ്കിലും താഴോട്ട് വീണതിന് പിന്നാലെ ഗോമതി പ്രിയെ പരമ്പരയിലേക്ക് എത്തിക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം. എന്നാൽ ഗോമതി പ്രിയെ പരമ്പരയിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം ചെമ്പനീർപ്പൂവ് എന്ന പരമ്പരയ്ക്ക് യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. റെബേക്ക സന്തോഷിനെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. റെബേക്ക സന്തോഷ് എത്തിയതിനു ശേഷം സീരിയലിന്റെ റേറ്റിംഗിലൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. ഇത്തവണ പത്തരമാറ്റാണ് മുന്നേറിയത് എന്ന് മാത്രം. എന്തൊക്കെയായാലും ആരാധകർക്കെല്ലാവർക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത്. മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരകൾ കൂടുതലും സംപ്രേഷണം ചെയ്യുന്നത് ഏഷ്യനെറ്റിൽ തന്നെയാണ്. ഇപ്പോൾ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ഒന്നാം സ്ഥാനം നേടി മുന്നേറുകയാണ്. അതേസമയം ചെമ്പനീർപ്പൂവ് പരമ്പര രണ്ടാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി പേരാണ് പത്തരമാറ്റ് പരമ്പരയ്ക്ക് ആശംസകൾ അറിയിച്ചും ചെമ്പനീർപ്പൂവ് പരമ്പരയ്ക്ക് ഒരുപാട് ഉപദേശങ്ങളുമായിട്ടും എത്തിയത്. നിങ്ങൾക്ക് ചെമ്പനീർപ്പൂവ് പരമ്പരയാണോ പത്തരമാറ്റ് പരമ്പരയാണോ ഇഷ്ടം? ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകൾ നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പര ഏതെന്ന് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.